ഇനി നമുക്ക് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണം എടുക്കാം. ഐ മേക്ക് കോഫി എവറി മോർണിംഗ്. അതായത് അത് ആക്റ്റീവ് വോയിസ് ആണ്. ഞാൻ എല്ലാ രാവിലെയും കാപ്പി ഉണ്ടാക്കുന്നു. ഐ മേക്ക് കോഫി എവറി മോർണിംഗ്. ഞാൻ എല്ലാ രാവിലെയും കാപ്പി ഉണ്ടാക്കുന്നു. അത് ആക്റ്റീവ് വോയിസ്. ഇനി അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് നോക്കാം. കോഫി ഈസ് മെയ്ഡ് എവറി മോർണിംഗ്. എല്ലാ രാവിലെയും കോഫി ഉണ്ടാക്കപ്പെടുന്നു. അതായത് കാപ്പിയെ ഉണ്ടാക്കുന്നു എല്ലാ രാവിലെയും. ഇതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഉദാഹരണം പറയാം. ആക്റ്റീവ് വോയിസിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് പ്രാധാന്യം കിട്ടുമ്പോൾ, അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം കിട്ടുമ്പോൾ, പാസീവ് വോയിസിൽ പ്രവർത്തിക്കപ്പെടുന്ന വസ്തുവിന് പ്രാധാന്യം കിട്ടും. ഉദാഹരണം, ഐ പ്രാക്ടീസ് യോഗ എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അതെൻ്റെ ഒരു ഹാബിച്വൽ ആക്ഷനാണ്. എല്ലാ രാവിലെയും ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. ഐ പ്രാക്ടീസ് യോഗ എവറി മോർണിംഗ്. അത് ആക്റ്റീവ് വോയിസ് ആണ്. അവിടെ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റും യോഗയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ഒബ്ജക്റ്റുമാണ്. പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് വെർബ്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ യോഗ ഈസ് ഡൺ എവറി മോർണിംഗ്. അപ്പോൾ യോഗ ഒബ്ജക്റ്റ്, അതിനുശേഷം ഈസ് എന്ന് പറയുന്ന ഓക്സിലിയറി വെർബ്, അതിനുശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം, പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഒരു സ്ട്രക്ചർ പറയാം. അത് സ്ക്രീനിൽ കാണിക്കാം. അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിൽ ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ ഐ ഡു ദാറ്റ്, അത് സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് വോയിസ്. ഇനി അതിന്റെ പാസീവ് വോയിസ് പറയാം. ദാറ്റ് ഈസ് ഡൺ. ഞാനത് ചെയ്യാറുണ്ട്. ഇവിടെ ദാറ്റ് ഈസ് ഡൺ, അത് ചെയ്യപ്പെടാറുണ്ട്. അതാണ് ഐ ഡു ദാറ്റ്, ദാറ്റ് ഈസ് ഡൺ. ഐ ഡു ദാറ്റ് ആക്റ്റീവ് വോയിസ്, ദാറ്റ് ഈസ് ഡൺ പാസീവ് വോയിസ്. ഇനി വേറൊരു അതുപോലെ ശരിക്കും ഒരു സെന്റൻസ് പറയാം. ഐ മേക്ക് കോഫി, ദ കോഫി ഈസ് മെയ്ഡ്. ഐ ഡു ദാറ്റ്, ദാറ്റ് ഈസ് ഡൺ. ഇപ്പൊ മനസ്സിലായി, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. അതിന്റെ പാസീവ് വോയിസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറയാം. നൗ ഐ ആം പ്രാക്ടീസിങ് ബോക്സിംഗ്. ഇപ്പോൾ ഞാൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ സമയത്ത് ഞാൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ദ ബോക്സിംഗ് ഈസ് പ്രാക്ടീസ്ഡ് നൗ. ഇപ്പോൾ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യപ്പെടുകയാണ്. കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പാസീവ് വോയിസ്. ഉദാഹരണത്തിന്, പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. പോലീസ് ഹാസ് അറസ്റ്റഡ് ആൻ അക്യൂസ്ഡ്. നൗ ഹി ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. നൗ ഹി ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്. നൗ ഹി ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ് എന്ന് പറഞ്ഞാൽ അയാൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാസീവ് വോയിസ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ പാസീവ് വോയിസ് ആണ്. ദ പോലീസ് ആർ ക്വസ്റ്റ്യനിങ് സംവൺ. പോലീസ് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സംവൺ, അത് ആക്റ്റീവ് വോയിസ്. സംവൺ ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ് ബൈ പോലീസ്. ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പോലീസിനാൽ. ഇതാണ് അതിന്റെ പാസീവ് വോയിസ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, പോലീസ് ആർ ഇന്ററോഗേറ്റിംഗ് ആൻ അക്യൂസ്ഡ്. പോലീസ് ഒരു അക്യൂസ്ഡിനെ, കുറ്റാരോപിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ആക്റ്റീവ് വോയിസ്. ഇവിടെ എത്തിക്കുന്നത് പോലീസും പ്രവർത്തിക്കപ്പെടുന്നത്, അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് ആയ വ്യക്തിയും, വെർബ് എന്ന് പറയുന്നത് ഇന്ററോഗേഷൻ, ആ ക്വസ്റ്റ്യനിങ്ങുമാണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയാൽ ദ അക്യൂസ്ഡ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ് ബൈ പോലീസ്.
ദ അക്യൂസ്ഡ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ് ബൈ പോലീസ്. അതായത് കുറ്റാരോപിതൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പോലീസിനാൽ. ഇതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളതാണ്. ഉദാഹരണത്തിന് ദർ ആർ എ ലോട്ട് ഓഫ് സോൾജേഴ്സ് ആർ ബീയിങ് കിൽഡ് എവറി ഇയർ. അതായത് ഒരുപാട് പട്ടാളക്കാർ അതിർത്തിയിൽ കൊല്ലപ്പെടുന്നുണ്ട് ഓരോ വർഷവും എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. അതായത് ന്യൂസുകൾ, പുസ്തകങ്ങൾ, കഥകൾ, നോവലുകൾ, എസ്സേകൾ, റിപ്പോർട്ടുകൾ, ഇതിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പാസീവ് വോയിസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും ഈ ആക്റ്റീവ് വോയിസ് പോലെ തന്നെ പാസീവ് വോയിസും ഈക്വലി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ ആക്റ്റീവ് വോയിസ് ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. അതിന്റെ പാസീവ് വോയിസ് ദ കോഫി ഈസ് ഡ്രങ്ക് എവറി മോർണിംഗ്. കോഫി എല്ലാ രാവിലെയും കുടിക്കപ്പെടുന്നു. ഞാൻ കോഫി കുടിക്കുന്നു, കോഫി എല്ലാ രാവിലെയും കുടിക്കപ്പെടുന്നു. അതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഐ ഡു ദാറ്റ്, ദാറ്റ് ഈസ് ഡൺ. ഇത് സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് പാസീവ് വോയിസിന്റെ സ്ട്രക്ചറാണ്. ഐ ആം ഡൂയിങ് ദാറ്റ്, അത് ആക്റ്റീവ് വോയിസ്. ദാറ്റ് ഈസ് ബീയിങ് ഡൺ, ഇത് പാസീവ് വോയിസ്. അതായത് ദ പോലീസ് ആർ ക്വസ്റ്റ്യനിങ് ആൻഡ് അക്യൂസ്ഡ്, അത് ആക്റ്റീവ് വോയിസ്. ദ അക്യൂസ്ഡ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ് ബൈ പോലീസ്. ഇവിടെ പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂരലാണ്. ഒന്നിൽ കൂടുതൽ ഒരാളെ ഉള്ളെങ്കിലും പോലീസ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അത് ആർ. പോലീസ് ആർ ക്വസ്റ്റ്യനിങ്. The accused is being questioned. Accused എന്ന് പറഞ്ഞ കുറ്റാരോപിതൻ ഒരാളെ ഉള്ളൂ. സോ ഹി ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്, അയാൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഐ ആം ഡൂയിങ് ദാറ്റ്, ഇവിടെ പാസീവ് വോയിസ്. ദാറ്റ് ഈസ് ബീയിങ് ഡൺ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ അത് ടെക്സ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നോക്കാം. ഐ ഹാവ് റിപ്പയർഡ് മൈ കാർ, നൗ ഇറ്റ് ഈസ് ബീയിങ് ക്ലീൻഡ്. ഞാൻ എൻ്റെ കാർ റിപ്പയർ ചെയ്തു, അപ്പം ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഹാവ് റിപ്പയർഡ് ദ കാർ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ പാസീവ് വോയിസ് നോക്കാം. ദ കാർ ഹാസ് ബീൻ റിപ്പയർഡ്. ഐ ഹാവ് റിപ്പയർഡ് ദ കാർ, കാർ ഞാൻ റിപ്പയർ ചെയ്തു. ഇപ്പുറത്ത് ദ കാർ ഹാസ് ബീൻ റിപ്പയർഡ്, ദ കാർ റിപ്പയർ ചെയ്യപ്പെട്ടു. ദ കാർ ഹാസ് ബീൻ റിപ്പയർഡ്, കാർ റിപ്പയർ ചെയ്യപ്പെട്ടു. ഇനി ഇതിന്റെ സ്ട്രക്ചർ പറയാം. ഐ ഹാവ് ഡൺ ദാറ്റ്, ഞാൻ അത് ചെയ്തു. അല്ലെങ്കിൽ ഹി ഹാസ് ഡൺ ദാറ്റ്, അവൻ അത് ചെയ്തു. ഇനി അതിന്റെ പാസീവ് വോയിസ് ദാറ്റ് ഹാസ് ബീൻ ഡൺ ബൈ മീ, അല്ലെങ്കിൽ ദാറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ഹിം. ഇവിടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന്റെ കൂടെ വരിക. അതായത് ഐ ആണെങ്കിൽ ഹാവ്, ഹി ആണെങ്കിൽ ഹാസ്. പക്ഷെ ഇപ്പുറത്ത് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് വേർ ഒന്നേ ഉള്ളൂ, ദാറ്റ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് എന്നുള്ളത്. ദാറ്റ് ഹാസ് ബീൻ ഡൺ ബൈ മീ, ദാറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ഹിം. ഇവിടെ ഹി ഹാസ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പുറത്ത് അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നതും ദാറ്റ് ഹാസ് ബീൻ ഡൺ എന്നാണ്. അതേസമയം ഇപ്പുറത്ത് ഐ ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പുറത്ത് ദാറ്റ് ഹാസ് ബീൻ ഡൺ എന്ന് വന്നു. കാരണം ഇവിടെ ഒബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഹാവും ഹാസും ഒക്കെ മാറി വരുന്നത്. അവിടെ ഒബ്ജക്റ്റ് ഞാൻ തേർഡ് പേഴ്സൺ ആണ്. ഹി, ഷീ, ഇറ്റ്. ഐ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ് എന്നൊക്കെ പറഞ്ഞ അവർ, അത് എന്നൊക്കെ പറയുന്നത് തേർഡ് പേഴ്സൺ. അതിന്റെ കൂടെ തേർഡ് പേഴ്സൺ സിംഗുലർ ഒരാളായതുകൊണ്ട്, ഹി എന്ന് പറഞ്ഞ ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറയുന്നത് ഒന്നായതുകൊണ്ട് ദാറ്റ് ഹാസ് ബീൻ ഡൺ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ അതൊന്നും കൂടി പറയാം. ഐ ഹാവ് ഡൺ ദാറ്റ്, ദാറ്റ് ഹാസ് ബീൻ ഡൺ. ഒരു ഉദാഹരണം പറയാം. ഐ ഹാവ് റിപ്പയർഡ് ദ കാർ. അതിന്റെ പാസീവ് വോയിസ് ദ കാർ ഹാസ് ബീൻ റിപ്പയർഡ്.
ഷീ ഹാസ് റിട്ടൺ എ സോങ്. അവളൊരു പാട്ട് എഴുതി. ദ സോങ് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ. ഇവിടെ ആ പാട്ട് എഴുതപ്പെട്ടു അവളാൽ. ഒരു പാട്ട്, എ സോങ് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ. ഒരു പാട്ട് എഴുതപ്പെട്ടു അവളാൽ. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറയാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ഇത്ര നേരമായിട്ട് ബസ് കാത്തു നിൽക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് സിൻസ് 1 o'clock. ഞാൻ 1 മണി മുതൽ ബസ് കാത്തു നിൽക്കുകയാണ്. അത് ആക്റ്റീവ് വോയിസ്. ഇനി അതിന്റെ പാസീവ് വോയിസ്, ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ് ഫോർ ദ പാസ്റ്റ് 1 hour. അത് ഒരു അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ്. അതായത് ബസ്സിന് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ്. ബസ് വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിൻസ് 1 o'clock. ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ് സിൻസ് 1 o'clock. ബസ് വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു 1 മണി മുതൽ. ഇപ്പുറത്തെ ആക്റ്റീവ് വോയിസ് അതിന്റെ എങ്ങനെയാ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് സിൻസ് 1 o'clock. 1 മണി മുതൽ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1 മണി മുതൽ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ അതിന്റെ പാസീവ് വോയിസ്, ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ് സിൻസ് 1 o'clock. അതായത് ദ ബസ് ഹാസ് ബീൻ ബീയിങ് വെയിറ്റഡ് സിൻസ് 1 o'clock എന്ന് പറഞ്ഞാൽ ബസ് വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു 1 മണി മുതൽ. അതായത് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു 1 മണി മുതൽ. ഇപ്പുറത്ത് ഞാൻ ബസ് കാത്തു നിൽക്കുന്നു 1 മണി മുതൽ. ഇവിടെ ബസ്സിന് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു 1 മണി മുതൽ. ഇനി പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ട സന്ദർഭം പറയാം. ഇപ്പൊ ഉദാഹരണത്തിനൊക്കെ അതിർത്തിയിൽ വെടിവെപ്പ്, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയാറില്ലേ? അപ്പൊ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ അറിയാം ഒരാൾ കൊല്ലപ്പെട്ട ആ വാർത്തയ്ക്കാണ് പ്രാധാന്യം. ആര് കൊന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. കാരണം നമുക്കറിയാം അതിന് അവിടെ പ്രാധാന്യമില്ല. അങ്ങനെയുള്ള ഈ കൂടുതലും പത്രത്തിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. ഉദാഹരണം, ഇത്ര പേര് മരണപ്പെട്ടു, ഇന്ന ആൾക്ക് അവാർഡ് നൽകപ്പെട്ടു. ആര് കൊടുത്തു എന്നുള്ളതല്ല, ഇന്ന അവാർഡ് നൽകപ്പെട്ടു, അല്ലെങ്കിൽ അവരോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സംഭവം പത്രത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരുപാട് വരാറുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ യൂസ്. മെമ്മോകള്, വാർത്തകള്, എസ്സേകൾ എഴുതുമ്പോൾ, റിപ്പോർട്ടുകൾ എഴുതുമ്പോൾ, ന്യൂസ് പേപ്പറിലൊക്കെ അല്ലെങ്കിൽ വാർത്ത വായിക്കുമ്പോഴൊക്കെ കൂടുതലായിട്ട് കേട്ടുവരുന്നതാണ് പാസീവ് വോയിസ്. അതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമ്പോർട്ടൻസോട് കൂടി ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയതിൽ ക്ഷമിക്കണം. കാരണം ഇത്രയും വിശദമായിട്ട് പറഞ്ഞാലേ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയാണ് പാസീവ് വോയിസിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം. അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമർ പരമായിട്ടുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.